കാലങ്ങളിലൊക്കെ കാറുകൾ പണക്കാരുടെ വീടുകളിൽ മാത്രമുള്ള ഒന്നായിരുന്നു അല്ലേ? എന്നാൽ കാലം പോകുന്നതിനനുസരിച്ച് സാധാരണക്കാർക്കും കാറുകൾ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാവുകയായിരുന്നു. തുടക്കകാലങ്ങളിൽ അംബാസഡറും മാരുതിയും ഒക്കെ ഭരിച്ചിരുന്ന റോഡുകൾ ഇന്ന് ഭരിക്കുന്നത് ധാരാളം പുതിയ ജനറേഷൻ കാറുകളാണ്. ആവേശത്തിൽ ഓരോ വർഷവും പുതിയ പുതിയ കാറുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുന്ന കമ്പനികൾ തമ്മിലുള്ള മത്സരം കണ്ടാൽ തന്നെ അറിയാം ഇന്ത്യക്കാർക്ക് വാഹനത്തോടുള്ള ഇഷ്ടം എത്രത്തോളമാണെന്ന്. ഇന്ന് നമുക്ക് അത്തരം ചില കാറുകളിലൂടെ ഒന്ന് കടന്നുപോയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ടോപ്പ് 10 കാറുകൾ ഏതൊക്കെയെന്ന് നോക്കാം. 10ാം സ്ഥാനത്തുള്ളത് ബലേനോ ആണ്. മാരുതി സുസുക്കിയുടെ ഹാച്ച് ബാക്ക് കാറാണ് ബലേനോ. 2024 കണക്കുകൾ പ്രകാരം ഇതിന്റെ 14,049 യൂണിറ്റ് ആണ് വിറ്റുപോയത്. എന്നാൽ 2025 ആയപ്പോഴേക്കും 13,180 കുറയുകയായിരുന്നു. ബിൽഡ് ക്വാളിറ്റി സംബന്ധിച്ചൊക്കെ ധാരാളം തവണ എയറിൽ പോയ ഒരു മോഡൽ കൂടിയാണിത്. 9ാം സ്ഥാനത്തുള്ളത് വാഗണാർ ആണ്. മാരുതി സുസുക്കിയുടെ തന്നെ ഒരു മോഡലാണ് വാഗണാർ. ഇറങ്ങിയ നാൾ തൊട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ കാലത്തിനൊത്തുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തിയാണ് കമ്പനി ഇതിനെ വിപണിയിൽ വിൽപ്പന ചെയ്യുന്നത്. 2024 കണക്കുകൾ പ്രകാരം 17,850 യൂണിറ്റ് വിറ്റുപോയെങ്കിലും 2025 എത്തിയപ്പോൾ 13,413 യൂണിറ്റുകൾ ആവുകയായിരുന്നു. 8ാം സ്ഥാനത്തുള്ളത് ഫ്രോങ്സ് ആണ്. മാരുതി സുസുക്കി അടുത്ത കാലത്ത് വിപണിയിലേക്ക് അവതരിപ്പിച്ച മോഡലാണ് ഫ്രോങ്സ്. ഏവർക്കും ഇഷ്ടപ്പെടുന്ന ലുക്കിൽ ഇറക്കിയ ഈ വണ്ടി 2024 കണക്കുകൾ പ്രകാരം 14,286 2025 14,345 യൂണിറ്റുമാണ് വിറ്റുപോയത്. 7ാം സ്ഥാനത്തുള്ളത് സ്വിഫ്റ്റ് ആണ്. വണ്ടി ഭ്രാന്തന്മാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു മോഡൽ കൂടിയാണിത്. ഒരുപാട് വർഷം മുന്നേ ഇറങ്ങിയ മോഡലാണെങ്കിലും ഇതിന്റെ ജനപ്രീതി മൂലം അപ്ഡേറ്റഡ് വേർഷൻസ് ഇറക്കുകയായിരുന്നു. മാരുതി സുസുക്കി എന്ന കമ്പനിയിലെ ധാരാളം വിജയിച്ച മോഡലുകളിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുള്ള വണ്ടിയാണിത്. 2024 4,094 2025 14,592 യൂണിറ്റുകളുമാണ് വിറ്റുപോയത്. 6ാം സ്ഥാനത്തുള്ളത് നെക്സോൺ ആണ്. ടാറ്റ എന്ന ഇന്ത്യൻ കമ്പനിയുടെ മികച്ച ഒരു മോഡലാണിത്. ഇതിന്റെ തന്നെ EV വെർഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ജനറേഷൻ EVകളിൽ ഒന്നാണ്. ധാരാളം ജനപ്രീതി നേടി ഈ മോഡൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി കൊണ്ടും വളരെ ഫേമസ് ആണ്. 2024 കണക്കുകൾ പ്രകാരം 11,168 യൂണിറ്റും 2025 15,457 യൂണിറ്റുമാണ് വിറ്റുപോയത്. 5ാം സ്ഥാനത്തുള്ളത് സ്കോർപിയോ ആണ്. മഹീന്ദ്രയുടെ തന്നെ മികച്ച കാറുകളിലൊന്നും ധാരാളം ജനപ്രീതി ഉള്ളതുമായ ഒരു മോഡലാണിത്. 2024 14,807 യൂണിറ്റ് വിറ്റ് ഈ വാഹനം 2025 ആയപ്പോൾ 17,534 യൂണിറ്റ് എന്ന രീതിക്ക് ഉയരുകയായിരുന്നു. 4ാം സ്ഥാനത്തുള്ളത് എർട്ടിഗയാണ്. മാരുതി സുസുക്കിയുടെ തന്നെ വലിയ വണ്ടികളിൽ ഒന്നാണ് എർട്ടിഗ. ആളംഗം കൂടുതലുള്ള കുടുംബങ്ങൾക്ക് അഫോർഡ് ചെയ്യാനും ഒരുമിച്ച് യാത്ര പോകാനും ഒക്കെയുള്ള രീതിയിൽ മികച്ച ഒരു മോഡൽ തന്നെയാണിത്. 2024 13,544 യൂണിറ്റും 2025 17,780 യൂണിറ്റുമാണ് വിറ്റുപോയത്. 3ാം സ്ഥാനത്തുള്ളത് വിറ്റാര ബ്രീസയാണ്. മാരുതി സുസുക്കിയുടെ തന്നെ മറ്റൊരു മോഡലാണ് വിറ്റാര ബ്രീസ. 2024 17,113 യൂണിറ്റ് വിറ്റ ഈ വണ്ടി 2025 കണക്കുകൾ പ്രകാരം 16,971 യൂണിറ്റുകൾ വരെയാണ് വിൽപ്പന നടന്നിട്ടുള്ളത്. 2ാം സ്ഥാനത്തുള്ളത് ഡിസയർ ആണ്. മാരുതി സുസുക്കിയുടെ വിജയിച്ച അനേകം മോഡലുകളിൽ ഒന്നാണ് ഡിസയർ. ലോങ് റൈഡിനൊക്കെ കംഫോർട്ട് തരാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച ജനപ്രീതിയാണ് ഈ മോഡലിനുള്ളത്. ഈ അടുത്തായി മാരുതി ഇറക്കിയതിൽ ഏറ്റവും കൂടുതൽ ബിൽഡ് ക്വാളിറ്റിയും സേഫ്റ്റിയും ഉള്ള വണ്ടിയാണിത്. 2024 17,825 യൂണിറ്റും 2025 16,996 യൂണിറ്റുമാണ് വിറ്റുപോയത്. 1ാം സ്ഥാനത്തുള്ളത് ക്രീറ്റയാണ്. ഹ്യൂണ്ടായി എന്ന കമ്പനി ഇറക്കിയ കാറുകളിൽ ധാരാളം ജനപ്രീതിയും വിൽപ്പനയും നടന്ന വണ്ടിയാണ് ക്രീറ്റ. അതുകൊണ്ട് തന്നെ കാലങ്ങൾ അനുസരിച്ച് ഫേസ് ലിഫ്റ്റ് മാറ്റങ്ങളും വരുത്തി ക്രീറ്റ ഇപ്പോഴും വിപണിയിൽ വിൽപ്പന തകർക്കുകയാണ്. 2024 ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം 15,447 യൂണിറ്റും 2025 ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം 17,016 യൂണിറ്റുകളുമാണ് വിറ്റുപോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങൾ. വാഹനം എന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം ആവശ്യമായ ഒന്നാണല്ലേ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇനിയും ധാരാളം മോഡലുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഫലമായി മികച്ച ഫീച്ചേഴ്സും വരും കാലങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തന്നെ എഞ്ചിൻ മാറ്റി മോട്ടോർ കൊണ്ട് ഓടുന്ന വണ്ടികളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ മുൻനിര കമ്പനികളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ ഏതാണെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.